പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. മടത്തുമുഴി ജിതിൻ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ട പെരുന്നാട്ടിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CPIM. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഹർത്താൽ. ജിതിന്റെ സംസ്കാര ചടങ്ങും നാളെ നടക്കും. CPM പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, BJP നിഷേധിക്കുമ്പോഴും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ നാളെ ഹർത്താൽ ആചരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടരുകയാണല്ലേ? വിനിത, ഈ ജിതിൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM-ന്റെയും BJP-യുടെയും പരസ്പരമുള്ള വാക്കുതർക്കങ്ങൾ തുടരുകയാണ്. ഈ കൊലപാതകത്തിൽ പ്രതികളായവർ അത് BJP RSS പ്രവർത്തകർ തന്നെയാണെന്നാണ് CPIM ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണമാണ് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നടത്തിയത്. ഉടൻ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജിന്റെ മറുപടിയും ഇക്കാര്യത്തിൽ വന്നു. CPIM നേതൃത്വം പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. കൊലപാതകം നടത്തിയത് BJP RSS പ്രവർത്തകർ ആണെന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകത്തക്ക രീതിയിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിൽ പോലീസിനെ സ്വാധീനിക്കുന്നു എന്നാണ് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതായത് FIR-ൽ ഇതൊരു രാഷ്ട്രീയമായ കൊലപാതകമാണെന്നുള്ള സൂചനയില്ല. ഇക്കാര്യത്തിൽ CPIM നേതൃത്വം പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന ഒരു ആരോപണം കൂടി BJP ജില്ലാ നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം DYFIയുടെ വാർത്താ സമ്മേളനവും അല്പസമയം ഉണ്ടായിരുന്നു. DYFI ജില്ലാ സെക്രട്ടറി B നിസാമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ പ്രധാനമായും ഈ പ്രതികളിൽ 2 പേർ നേരത്തെ DYFIയുടെ ഭാരവാഹികൾ ആയിരുന്നു എന്ന കാര്യം DYFI നേതൃത്വം സമ്മതിക്കുന്നു. അതേസമയം തന്നെ അത് 4 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരുന്നു. 3 മാസം മാത്രം അവർ പ്രവർത്തിക്കുകയും അതിനുശേഷം അവർ തിരികെ RSSലേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായാലും നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഹർത്താൽ ആഹ്വാനത്തിന് CPIM പെരുന്നാട് എന്ന സ്ഥലത്ത് നാളെ ഉച്ചവരെയാണ് ഹർത്താൽ. പ്രവീൺ പുരുഷോത്തമനാണ് വിവരം നൽകിയത്.